ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ സ്വാതി തിയേറ്ററിന് മുമ്പിലാണ്. നൂർനാട് സ്വാതി നമ്മുടെ എമ്പുരാൻ ഇന്ന് റിലീസാണ്. അപ്പോൾ അതിന് 4 മണിയായപ്പോഴേ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് താമസിച്ചെന്നും പറഞ്ഞിട്ട് പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ബഹളം ഉണ്ടാക്കിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 മണിക്കാണ് ഫസ്റ്റ് ഷോ. അപ്പോൾ എല്ലാവരും ഗേറ്റിന് മുമ്പിൽ ഇങ്ങനെ തള്ളിക്കയറിയിരിക്കുകയാണ്. എല്ലാവരുടെ അടുത്തും ലൈനായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അവർക്ക് ലാലേട്ടനെ കാണണം, അതിൻ്റെ ബഹളമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഷോ തുടങ്ങി. ഷോ കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോഴേക്കും നമ്മുടെ അമൻ്റെ നേതൃത്വത്തിലുള്ള വാദ്യമേളങ്ങളൊക്കെ അടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എമ്പുരാൻ കണ്ടു. അപ്പോൾ എമ്പുരാൻ്റെ ആ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ എത്തിയേക്കുന്നത്. എനിക്ക് റിവ്യൂ പറയാൻ അത്രയധികമൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് റിവ്യൂ ഒക്കെ പറയുന്നത്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കൊള്ളാം. നമ്മൾ ഈ ഓവർ എക്സ്പെക്റ്റേഷനായിട്ടൊക്കെ പോയാലേ നമ്മൾ വിചാരിക്കുന്ന ഒരു ഹൈപ്പിൽ എത്തുമോ എന്ന് ചോദിച്ചാൽ എത്തത്തില്ല. അതുകൊണ്ട് ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട. ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ പോയി ഫാൻസിൻ്റെ കൂടെയാണ് ഞങ്ങൾ പോയി കണ്ടത്. അപ്പോൾ അവിടെ പോയിരുന്ന് കണ്ട ആ ഒരു ഓളത്തിൽ കണ്ടപ്പോൾ കൊള്ളാം, നല്ലൊരു മൂവിയാണ്. പിന്നെ അത്യാവശ്യം എന്താ പറയുക, അതിലെ ഓരോരോ കാര്യങ്ങൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഷോട്ട്സും അത് പൃഥ്വിരാജിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലാണ് ഓരോ ഷോട്ട്സും എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്ര ക്ലാരിറ്റിയാണ്, അത്ര പെർഫെക്ഷനോട് കൂടിയാണ് പുള്ളി അത് എടുത്തിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് പൃഥ്വിരാജിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് തോന്നിപ്പോവും. ആ രീതിയിലുള്ള ഷോട്ട്സുകളാണ് അത്. ഭയങ്കര എന്താ പറയുക, നല്ല ബ്രില്യൻ ഷോട്ട്സുകൾ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടുള്ള കാര്യങ്ങളായിരുന്നു. അത് ഒരുപാട് ഇഷ്ടമായി. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം പറയുമ്പം എന്താ പറയുക, മ്യൂസിക്കും അത്യാവശ്യം ബും 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 ഡിം ഡിം അങ്ങനെയുള്ള രീതിയിലുള്ള മ്യൂസിക്കുകളൊന്നുമില്ല. അത്യാവശ്യം ക്ലാസിക്കായിട്ടുള്ള രീതിയിൽ കുഴപ്പമില്ലാത്ത മ്യൂസിക്കാണ്. പിന്നെ ലൂസിഫറും ഇതുകൂടെ കമ്പയർ ചെയ്യുമ്പം ഒരു പടിക്ക് മുകളിൽ എനിക്ക് ലൂസിഫറിലെ ആയിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പോയി കാണുക, കണ്ടിട്ട് മ്യൂസിക് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യും. എമ്പുരാൻ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷനിലൂടെയാണ് മിക്കവാറും ആൾക്കാരും പോയി കണ്ടത്. അത്യാവശ്യം എനിക്കിഷ്ടപ്പെട്ടു. വലിയ കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്, ഒരു ഗുഡ് മൂവിയാണ്. പിന്നെ എന്താ പറയുക, പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ലൈക്കയുണ്ട്. ലൈക്കയെ നമ്മൾ എടുത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും ലൈക്കയെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഗോകുലമുണ്ട്, പിന്നെ നമ്മുടെ ആശീർവാദുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഇതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ റോള് ചെയ്യുന്ന വ്യക്തിയായാൽ പോലും അവരുടെ ഭാഗം പൃഥ്വിരാജ് നല്ല രീതിയിൽ ഊറ്റിയെടുത്തു എന്ന് പറയാം. അവരുടെ മാക്സിമം, അവരുടെ 100% അവർ തന്നിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതൊരു സംവിധായകനൊരു എന്താ പറയുക, ഇച്ചിരി വിവരമുള്ള സംവിധായകരെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി പറഞ്ഞതുപോലെ തന്നെ ലൂസിഫറിലും ഏകദേശം ഒരു 40-41 മിനിറ്റേ ഉള്ളായിരുന്നു മോഹൻലാൽ. അതേപോലെ നമ്മുടെ ലാലേട്ടൻ ഈ സിനിമയിലും 40-41 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബൈജു ചേട്ടൻ്റെ ചെറിയ തഗ്ഗുകളൊക്കെ ഉണ്ട്. പിന്നെ അവർ കഥ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സമകാലികമായിട്ടുള്ള രാഷ്ട്രീയ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഖുറേഷി എബ്രഹാം എന്നുള്ള നമ്മുടെ ലാലേട്ടൻ്റെ ലൂസിഫർ 2-ലെ ആ ഒരു കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ സായി ചേട്ടൻ വരുന്നുണ്ട്, നന്ദു ചേട്ടനുണ്ട്. സായി ചേട്ടനെ അറിയാലോ, വർമ്മ സാറ്. പിന്നെ നന്ദു ചേട്ടന്, പിന്നെ മണിക്കുട്ടൻ ചേട്ടൻ വരുന്നുണ്ട്, സുരാജ് ചേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെയെന്ന് വെച്ചാൽ ഇവരൊക്കെ വന്നു പോകുന്നുണ്ട്. അവരുടെ ആ ഒരു റോളെന്ന് വെച്ചാൽ അടിപൊളിയാണ്. അവർ ആ ഭാവമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത്, അതൊന്നും പറയാനില്ല. ആ രീതിയിൽ അവരെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു ഇൻ്റർവെല്ലിന് ശേഷമാണ് നമ്മുടെ രാജുചേട്ടൻ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ രാജുചേട്ടൻ ലാൻഡ് ചെയ്യുമ്പോൾ രാജുചേട്ടൻ്റെ എന്താ പറയുക, നമ്മുടെ ലാലേട്ടനുമായിട്ട് എങ്ങനെ കണക്റ്റായി എന്നുള്ളൊരു കഥകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. രാജുചേട്ടനും ലാലേട്ടനും തമ്മിൽ എങ്ങനെ കണ്ടു, അങ്ങനെയുള്ള കഥകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. കാണുമ്പോഴേ ഒരു ഓളം മനസ്സിലാവത്തുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മഞ്ജു ചേച്ചി, ഒരു രക്ഷയില്ല, സൂപ്പർ. ആ രീതിയിലാണ് പുള്ളിക്കാരി അതെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ യങ് സൂപ്പർ സ്റ്റാർ ടോവിനോ തോമസ്, നമ്മുടെ ടോവി ചേട്ടനൊക്കെ എന്താ പറയുക, അടിപൊളിയാണ്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ലെന്നേ, ആ രീതിയിൽ അവരൊക്കെ ഓരോന്ന് ചെയ്യുന്നത്.
അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതിലൊരു 7-8 തവണ എങ്ങാണ്ട് തന്നെ ലാലേട്ടൻ്റെ ഒരു എൻട്രി വരുന്നുണ്ട്. അത് കുറേ സ്ലോ മോഷനും കുറച്ച്, അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒരു ചെറിയൊരു ഇഴച്ചിൽ വന്നോ എന്നൊരു ഡൗട്ട് വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. പക്ഷേ എന്താ പറയുക, പുള്ളിയെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ആൾക്കാരിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു മാനറിസങ്ങളൊക്കെ കാണുമ്പം ആ തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോൾ അതിലെ ഒരു ഓളമെന്ന് വെച്ചാൽ അത് ഭയങ്കരമാണ്, ഒരു രക്ഷയില്ല. പിന്നെ എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അധികം ഓവറായിട്ട്, ഇപ്പം ഞാനായാൽ പോലും ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നമുക്കായാലും ചിലപ്പോൾ മാനസികമായിട്ട് ചിലപ്പോൾ അവിടെ ഇങ്ങനെ വേണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ തോന്നുമായിരിക്കാം. എനിക്ക് ഇപ്പം എൻ്റെ കാര്യമല്ല പറയുന്നത്, പൊതുവിൽ തോന്നുമായിരിക്കാം. പക്ഷെ ഞാനിപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ ആ ഒരു മൂവി കാണുമ്പം ലൂസിഫർ എന്നുള്ള ആ സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ആ കഥ ഈ കഥയും കണക്റ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണെന്നുള്ള വിചാരത്തോടെ ചിന്തയോടെ പോയി കണ്ടാൽ ഇതൊരു നല്ല പടമാണ്, ഒരു രക്ഷയില്ല, പോയി കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും നല്ലത്. ദൈവത്തെ ഓർത്ത് ആരും ഇപ്പം ടെലഗ്രാമിൽ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇറങ്ങിയെന്ന് പറയുന്നു. ദൈവത്തെ ഓർത്ത് അത് ചെയ്യരുത്, കൊടും ചതിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ. പാവം പിടിച്ചവർ എത്ര നാളത്തെ കഷ്ടപ്പാടാണെന്നറിയും ഇതൊക്കെ. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്നോ, ഇൻ്റർനാഷണൽ മേക്കിങ്. ആദ്യത്തെ കുറച്ച് നേരം നമ്മളൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഏകദേശം ആ ഒരു ഹിന്ദി സിനിമ കാണുന്ന ഒരു ഫീലായിരുന്നു. അതിന് ശേഷമാണ് ഇടയ്ക്ക് പിന്നെ കേരളത്തിലോട്ട് പോകുന്നു. പിന്നെ എബ്രഹാം ഖുറേഷി നമ്മുടെ ലാലേട്ടനുമായിട്ട് കണക്റ്റ് ആകുന്നു. അങ്ങനെ എന്താ പറയുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അത് നിങ്ങൾ പോയി കാണണം. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഫഹദ് ഫാസിലുണ്ട്, അമീർ ഖാനുണ്ട്, ചിലപ്പോൾ ഷാറൂഖ് ഖാൻ ആയിരിക്കും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നവരടുത്ത് എന്താ പറയുക, നിങ്ങൾ പോയി കാണുക, ആരാ അതിനകത്തുള്ളതെന്ന് നിങ്ങൾ കണ്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ചിന്തിച്ചാൽ മതി. എന്തായാലും സാധനം റിലീസായി, പോയി കാണുക. പോയി കാണുമ്പം നമുക്ക് മനസ്സിലാവും ആരാന്നുള്ളത്. കാമിയോ റോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, അതാരാണെന്ന് ഞാൻ പറയത്തില്ല, അതൊക്കെ പോയി കാണണം. പിന്നെ എന്താ പറയുക, ഇത് അത്യാവശ്യം നല്ല ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഫിലിം തന്നെ ആണെന്ന് തോന്നുന്നു. കാര്യം ആ രീതിയിലാണ് ഓരോ ഷോട്ടുകളും എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഓരോ ബ്ലാസ്റ്റിംഗ് ഒക്കെ കാണിച്ചേക്കുന്നതെന്ന് വെച്ചാൽ എന്താ അത്, ആ റിയൽ ബ്ലാസ്റ്റ് പോലും ഇങ്ങനെ ആണോ എന്ന് തോന്നിപ്പോൾ അതേ രീതിയിലുള്ള ബ്ലാസ്റ്റിങ്. ആർട്ട് വർക്കൊക്കെ രക്ഷയില്ല, സൂപ്പറാണ്, രക്ഷയില്ലാത്ത ആർട്ട് വർക്കുകളാണ്. പിന്നെ ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ആ ഒരു ചിന്താഗതി, ഇന്നത്തെ രാഷ്ട്രീയം ഇനി ഏത് രീതിയിൽ പോകും, അത് നമ്മുടെ നാടിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുമ്പം എന്താ പറയുക, അതിലെ മെയിൻ വില്ലൻ, അപ്പോൾ ആരാണ്, ഒരു ഡ്രാഗണിൻ്റെ കാര്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ടീസറിലും എല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാരാണെന്നുള്ളത് അത് റിവീൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു കാമിയോ റോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, ഇതിൻ്റെ 3rd പാർട്ട് ലൂസിഫർ 3യുടെ എന്താണെന്നുള്ളതിൻ്റെ ഒരു ലിങ്കും കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ, ലൂസിഫർ ആദ്യം വന്നു, എമ്പുരാൻ വന്നു, ഇതിനെല്ലാം മികച്ച ഒരു എന്താ പറയുക, നല്ല രീതിയിൽ പോകുന്നൊരു വേറൊരു ലെവൽ പടമായിരിക്കും ഇതിൻ്റെ 3rd പാർട്ട് എന്ന് പറയുന്നത്. അതെന്തായാലും ഉറപ്പാണ്. അതെന്താ ആ രീതിയിലത് പറഞ്ഞു വെച്ചിട്ടാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ഞങ്ങൾ ഇന്ന് തിയേറ്ററിൽ പോയി കണ്ടതെന്ന് വെച്ചാൽ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫാൻ ഷോയ്ക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ NRD ടീമിലെ അരുണാണ് എന്താ പറയുക ഇങ്ങനൊരു ഫാൻ ഷോ നടത്തിയത്. പിന്നെ ഫാൻ ഷോ നടത്തുന്നവരുടെ അടുത്ത് എനിക്ക് ഒരു നടത്തി കഴിയുമ്പോൾ പിന്നെ അങ്ങനെ വരുന്ന ആൾക്കാരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ ഒരാൾ ഫാൻ ഷോ നടത്താൻ വേണ്ടിയിട്ട് പോകുമ്പം അപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കണം. കാര്യം എന്താ പറയുക, ഒരു തിയേറ്റർ ഉടമ അവരെ ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളിത് നടത്തിക്കോ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് എന്താ പറയുക, അവർ പറയുന്ന ഒരു കാര്യങ്ങളും കേൾക്കാതെ തെള്ളി ഇടിച്ച് പെണ്ണുങ്ങളെ ഇടിച്ച് താഴെ ഇട്ട് അങ്ങനെയൊക്കെ പോകുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമുക്ക് ഫിലിം വരുമ്പോൾ
ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പിരിറ്റോട് കൂടി നമുക്ക് ഫിലിം പോയി കാണാം. പക്ഷേ എന്താ പറയുക, ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലൈനായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞാൽ ലൈനായിട്ട് നിൽക്കത്തില്ല, എല്ലാവരും ഇടിച്ച് ഗേറ്റ് ഇടിച്ച് പൊളിച്ചുകൊണ്ടൊക്കെ അകത്ത് കയറി പോയത്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. പക്ഷെ അത് വലുതാക്കി കാണിക്കുകയല്ല. അന്നേരം നിങ്ങൾ എന്താ പറയുക, അതൊന്ന് സൂക്ഷിക്കണം. നമ്മൾ എല്ലാവർക്കും സ്പിരിറ്റ് ഉണ്ട്. മോഹൻലാൽ എന്നുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ സ്പിരിറ്റ് ഇച്ചിരി കൂടുതലാണ്. അതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണെന്ന് എനിക്കും അറിയാം. അപ്പോൾ അതൊരു അഭ്യർത്ഥന മാത്രമാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഫിലിം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണുക. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പൃഥ്വിരാജ് എന്ന നമ്മുടെ സ്വന്തം രാജു ചേട്ടൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയ 3ാമത്തെ പടമായിരുന്നു ഇത്. അപ്പോൾ ഇതൊരു നല്ല ഹിറ്റാവും എന്നുള്ള വലിയൊരു ആത്മവിശ്വാസം എനിക്കും ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും പോയി കാണുക. ഇത്രേ പറയാനുള്ളൂ. കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ റിവ്യൂ പറഞ്ഞത് ശരിയായിട്ടാണോ തെറ്റായിട്ടാണോ എന്നൊന്നും അറിയില്ല. എന്താണേലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ റിവ്യൂ പറയുന്നത് തന്നെ. പറയണമെന്ന് തോന്നി, അതുകൊണ്ടങ്ങ് പറഞ്ഞതാണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബായ്.